വെളുക്കാൻ ക്രീമുകളൊക്കെ തേച്ച് മടുത്തവരാണോ നിങ്ങൾ? എങ്കിൽ കൊളാജനൊക്കെ ബൂസ്റ്റ് ചെയ്ത് സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആക്കിയിരിക്കാൻ പറ്റിയ 3 തരം ഡ്രിങ്ക്സ് പരിചയപ്പെട്ടാലോ? അത് ഒട്ടും സൈഡ് എഫക്ട്സ് ഇല്ലാതെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ടും നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും അതുപോലെ നല്ല ബ്രൈറ്റൻ ആയിട്ടിരിക്കാനും പറ്റിയ 3 തരം ഡ്രിങ്ക്സ് തന്നെയാണ് കേട്ടോ. അപ്പം റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾ കമൻസ് എന്തായാലും അറിയിക്കണേ. പിന്നെ വലിയ പാടൊന്നുമില്ല കേട്ടോ, വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു 2 വീക്സ് തന്നെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ റിഫ്ലക്റ്റ് ആവുന്നത് കാണാൻ പറ്റും. ഇതിലേക്ക് നമ്മൾ 2 സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സീക്രട്ട്. ഇത് നമ്മൾ ആദ്യത്തെ ഡ്രിങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സീക്രട്ട്. ഇത് കൽക്കണ്ടമൊന്നല്ല കേട്ടോ. ഇത് ഈ ഒരു ഫോമിലേക്ക് ആക്കി നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട്. അത് നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഇനി ഡെയിലി ജ്യൂസ് അടിച്ച് കുടിക്കാൻ മടിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ അടിപൊളി ഗമ്മീസ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. വലിയ പാടമൊന്നുമില്ല കേട്ടോ, 1-2 ആഴ്ചക്കുള്ളത് നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് ഡ്രിങ്ക് നമുക്ക് തയ്യാറാക്കിയെടുത്താലോ? ആദ്യം നമുക്ക് ഗോജി ബെറീസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. നമ്മൾ 1 ടേബിൾ സ്പൂൺ ആട്ടോ സോക്ക് ചെയ്യാൻ എടുക്കണേ. ഇത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ. ഇതിൽ നല്ല പോലെ ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചർമ്മം പ്രായമാവണത് ആ ഒരു തോന്നൽ തന്നെ തടയാനായിട്ട് സഹായിക്കും. പിന്നെ ഇതിൽ നല്ല പോലെ വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ വരുന്ന ചുളിവുകളൊക്കെ തടയാനും സ്കിന്നൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതൊരു മിനിമം 2 മണിക്കൂർ നമുക്ക് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ സീക്രട്ട് ആണ്. അതിനായിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഐറ്റം. ഇത് ബദാം പിസ് എന്നും ആൽമണ്ട് ഗം എന്നും പറയും. ഇതിങ്ങനെ സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഒരു 8 മണിക്കൂറെങ്കിലും മിനിമം സോക്ക് ചെയ്ത് വെച്ചാലാണ് കേട്ടോ ഈ ഒരു ഫോമിൽ കിട്ടുക. അപ്പം നമ്മൾ അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. അത് നമ്മളിതേ കുറച്ച് വാട്ടർ ഒഴിച്ച് ഇത്രയും വാട്ടർ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് സോക്ക് ചെയ്ത് വെക്കണം. ഇത്ര എടുത്താൽ മതി കേട്ടോ. നമുക്ക് ഒരാഴ്ചക്കുള്ളത് തന്നെ കിട്ടും. അപ്പോൾ ഒരു ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. കൂടെ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഹാലിയം സീഡ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും ഒരുപാട് ഗുണമുള്ളതാണ് കേട്ടോ. ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ല ബ്ലഡ് സർക്കുലേഷൻ കൂടും. അതുകൊണ്ട് തന്നെ സ്കിന്നൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ബ്രൈറ്റൻ ആയിട്ടിരിക്കാനും സഹായിക്കും. കണ്ടോ, ബെറീസ് നമുക്ക് നല്ല പോലെ സോക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഈ ഒരു ഫോമിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇനി സോക്ക് ചെയ്ത് വെച്ച ആൽമണ്ട് ഗം നമുക്ക് 2 ടേബിൾ സ്പൂൺ നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചൂട് സമയമല്ലേ, അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മുടെ ശരീരമൊക്കെ നല്ല കൂളായിട്ട് ഇരിക്കാനൊക്കെ ഭയങ്കര ഗുണമുള്ളതാണ്. ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. അതുപോലെ അത് സ്കിന്നിൽ നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ആവുകയും ചെയ്യും കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം ചിയ സീഡ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഐസ് ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ. നിർബന്ധമില്ല കേട്ടോ, നമ്മളൊരു തണവിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. ഇനി റെഡി ആക്കി വെച്ച് നമ്മൾ ജ്യൂസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു മധുരത്തിന് വേണ്ടി നമ്മൾ പനൽക്കൽക്കണ്ടമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഹണി ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ രീതിയിലും ചെയ്യാം. ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു മെത്തേഡും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ബെറീസ് നമ്മൾ മിക്സിയിലൊന്നും അടിച്ചെടുക്കണില്ല, ഡയറക്റ്റ് ആ വാട്ടർ തന്നെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഒരു 10 എണ്ണമൊക്കെ മതി കേട്ടോ. ഡെയിലി കഴിക്കുമ്പോൾ ഞാനിത് 2 പേർക്കുള്ള രീതിയിലാട്ടോ ഇത്രയും സോക്ക് ചെയ്ത് വെച്ചിരിക്കണേ. അതേ കണ്ടോ, സെയിം മെത്തേഡ് തന്നെയാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഈ ഹാലിയം സീഡ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനത് മുന്നത്തെ ഇതിൽ പറയാൻ വിട്ടുപോയി. ഞാൻ ഹാലിയം സീഡ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ലപോലെ ഇളക്കി നമുക്ക് ഈ രീതിയിലും കഴിക്കാം കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ഗമ്മീസാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. ഇനി അത് നമ്മളൊരു പാനിലാക്കി നല്ലപോലെ ചൂടാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അഗർ പൗഡറാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ആട്ടോ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ പൗഡർ തന്നെ യൂസ് ചെയ്യാൻ നോക്കണേ. ബാക്കി യൂസ് ചെയ്യുമ്പോഴൊക്കെ ഒരു ഫ്ലേവർ തോന്നിയിട്ടുണ്ട്. ഇതിന് അങ്ങനെ ഒരു ടേസ്റ്റ് ഒന്നും തോന്നിയിട്ടില്ല. അപ്പം നിങ്ങൾ ഇത് തന്നെ യൂസ് ചെയ്യാൻ നോക്കണേ. നല്ല പോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാം. ഒരു 1/2 മണിക്കൂറോളം വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഡെല്ലി ഫോമിൽ നമുക്ക് കിട്ടും കേട്ടോ. നമുക്ക് കട്ട് ചെയ്ത് നമുക്കൊരു 2 ആഴ്ചയോളം യൂസ് ചെയ്യാമെന്നാണ്. ഡെയിലി നമ്മളൊരു 2 എണ്ണം വെച്ച് കഴിച്ചാൽ മതി കേട്ടോ. ജ്യൂസ് അടിക്കാനൊക്കെ മടിയുള്ളവർക്കും അതുപോലെ നമുക്ക് സുഖമായിട്ട് തന്നെ ഡെയിലി നമുക്ക് സ്കിൻ ഗ്ലോനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആണെങ്കിലും ഇങ്ങനെ ചെയ്ത് മതി കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ചെയ്തത് ക്യാരറ്റ് കൊണ്ടുള്ള ജ്യൂസായിരുന്നു. ആ ജ്യൂസ് നമ്മൾ ക്യൂബ്സ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്യൂബ്സിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളൊരു 1/2 ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വാട്ടറും കൂടി ആഡ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഈ രീതിയിലും കഴിക്കുന്ന ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ. അപ്പം നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും അറിയിക്കണേ. ജ്യൂസിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു.